പാഠം 389 ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. മോഹനേട്ടൻ ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഇതെന്ത് പറ്റി? മണി 9 കഴിഞ്ഞാലേ ഉള്ളൂ. മോഹനേട്ടനാണോ ചോദിച്ചേ ഇതെന്ത് പറ്റി നേരത്തെ? മിണ്ടാതിരിക്കുന്നതിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ഏതോ തട്ടിപ്പ് ജോത്സ്യൻ പറയുന്ന കേട്ട് വീട് മാറാൻ ഞാൻ സമ്മതിക്കാത്തതിന്റെ ദേഷ്യം. അല്ല, ഇത് എന്നുവരെ കാണും? എന്തായാലും ഇങ്ങനൊരു ന്യായത്തിന്റെ പേരിൽ വീട് മാറാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും ഇന്നൊരു ദിവസത്തിൽ കൂടുതൽ മിണ്ടായിരിക്കാൻ മോഹനേട്ടന് പറ്റില്ല. അപ്പൊ പിന്നെ ഇപ്പഴെങ്ങും മിണ്ടുന്നല്ലേ നല്ലത്. അയ്യോ, സാറിപ്പോ വാശിയിലാണല്ലോ. മോഹനേട്ടാ, ഈ വഴക്കിന് ഒരു ന്യായം ഇല്ലട്ടോ. നമ്മൾ ഇതിനേക്കാട്ടിലും വലിയ പ്രശ്നങ്ങൾ വരെ എത്ര തവണ വഴക്കുണ്ടാക്കിയിരിക്കുന്നു. അതൊക്കെ അപ്പൊ തന്നെ നമ്മൾ മറന്നു കളയല്ലേ പതിവ്. ഞാൻ കഴിക്കാൻ എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? രാവിലെ ചായ പോലും കുടിച്ചിട്ടില്ല, ഇനിയിപ്പോ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാലോ? ചായക്കാളും ഭക്ഷണത്തെക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് പുച്ഛം. അങ്ങനെയാണെങ്കിൽ ഇനി മേലിൽ നീ ഉണ്ടാക്കുന്ന ഭക്ഷണവും എനിക്ക് വേണ്ട. മോഹനേട്ടാ, ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പേരിൽ വഴക്കുണ്ടാകുന്ന കഷ്ടല്ലേ? മോഹനേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്നല്ലേ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ന്യായം ഉണ്ടോ? ഇത്തവണത്തെ പ്രൊമോഷൻ ലിസ്റ്റിൽ എന്തായാലും എന്റെ പേര് വരേണ്ടതായിരുന്നു. അതെങ്ങനെയല്ലേ അതായത്? നീ പറയുന്ന പോലെ അല്ല, കാര്യമായി എന്തോ ദോഷം സംഭവിച്ചിട്ടുണ്ട്. ഒന്നുമില്ല മോഹനേട്ടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോഹനേട്ടന്റെ പ്രായത്തിൽ വില്ലേജ് ഓഫീസറായ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടില്? ഇത്ര ചെറുപ്പത്തിലെ മോഹനേട്ടൻ ഇവിടെ വരെ എത്തിയില്ലേ? അടുത്ത പ്രൊമോഷനുള്ള പ്രായം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ. പ്രൊമോഷനൊക്കെ അതിന്റെ സമയത്തങ്ങ് വരും. വരേണ്ട സമയത്ത് വരാത്തത് കൊണ്ടല്ലേ എന്തോ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ നിനക്ക് കുട്ടികളി ഭാമേ, നിനക്കൊരു ധാരണയുണ്ട് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും നിനക്കറിയാമെന്ന്. അത് വിവരക്കേടാണ്. നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് വാസ്തു. ഈ വീട് പ്രശ്നമാണെന്ന് രാമപ്പണിക്കർ വെറുതെ പറയൂ? അവരതും പറയും, അതിനപ്പുറം പറയും. മോഹനോട് തന്നെ ആലോചിച്ച് നോക്കിയേ. ഒരാൾ ഒരു ജോത്സ്യനെ കാണാൻ ചെല്ലുന്നു. അപ്പോൾ യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ജോത്സ്യൻ എന്താണ് പ്രസക്തി? അപ്പൊ അവരില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി തന്നെ പറയും. ഇതും അത്രേ ഉള്ളൂ മോഹനേട്ടാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ ഇല്ല ഭാമേ. ഇത് എന്റെ ഭാവിയുടെ പ്രശ്ന. ഈ വീട് മാറാൻ സമ്മതിക്കാതെ നീ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും ഞാൻ കഴിക്കില്ല. വെറുതെ ഇങ്ങനെ വാശി പിടിക്കില്ലേ മോഹനേട്ടാ? നമ്മൾ വീട് മാറുമ്പോ നാട്ടുകാർ ചോദിക്കില്ലേ എന്തിനാ മാറിയതെന്ന്? അപ്പോഴെന്താ പറയുക? വീടിന് ദോഷമാണെന്ന് പേടിച്ച് മോഹനകൃഷ്ണ സാറ് സ്വന്തം വീട് വിട്ട് വാടക വീട്ടിലേക്ക് മാറിയെന്ന്. എന്തൊരു നാണക്കേടാ അത്. എന്ത് നാണക്കേട്? റോഡിന്റെ നടുവിലൂടെ പോകുമ്പോ എതിരെ ഒരു ലോറി വരുമ്പോൾ ഓടി സൈഡിലേക്ക് മാറുന്നത് നാണക്കേടാണോ? ഒരു അപകടത്തിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്നത് നാണക്കേടല്ല, ബുദ്ധിയാണ്. ഇത് വെറും വാശിയാണ്. എന്തായാലും ആശിച്ചു മോഹിച്ചു വാങ്ങിയ വീട് ഏതോ ഒരു ജോത്സ്യം പറയാന്ന് കേട്ടിട്ട് വിട്ടിട്ട് പോകാനേ ഞാൻ തയ്യാറല്ല. ഇവിടെ താമസത്തിലുണ്ടാവുന്ന ദോഷം ഞാനങ്ങ് സഹിച്ചു. അല്ലെങ്കിൽ തന്നെ ഇവിടെ താമസം തുടങ്ങിയതിനു ശേഷം എനിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ താമസിച്ചതിന് ശേഷം എനിക്ക് എന്തുമാത്രം കേസാ കിട്ടിയത്. നീ പറഞ്ഞിട്ട് പോയി അർത്ഥം എനിക്ക് മനസ്സിലായി. എന്റെ ഭാവിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നിനക്കിഷ്ടം പോലെ കേസ് കിട്ടിയാ മതി എന്ന് അല്ലേ? എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. നീ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഹമേ, ഇത്തവണത്തെ പ്രൊമോഷൻ ലിസ്റ്റിൽ എന്റെ പേരുണ്ടായിരുന്നെങ്കിൽ 7 or 8 കൊല്ലം കൊണ്ട് ഞാൻ തഹസിൽദാറാകുമായിരുന്നു. അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും ഞാൻ ജില്ലാ കളക്ടറായിട്ട് റിട്ടയർ ആകുമായിരുന്നുള്ളൂ. എന്റെ മോഹനേട്ടാ, അതിനല്ല ഇനി സമയമില്ലേ? മോഹനേട്ടൻ പറയുന്നതിൽ യുക്തിയുടെ ചെറിയൊരു അംശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് സമ്മതിച്ചു തരുമായിരുന്നു. അതില്ല, അതാണ് പ്രശ്നം. വെറുതെ ഇത്തരം വാശിയുടെ പേരിൽ വീട് മാറി നാട്ടുകാരുടെ പരിഹാസം കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. വേണ്ട, പക്ഷേ എന്റെ ഭാവി എനിക്ക് നോക്കിയേ പറ്റൂ. ഞാൻ ആ വീട് പോയി നോക്കും, അത് വാടകയ്ക്ക് എടുക്കും, എന്നിട്ട് ഒറ്റയ്ക്ക് അവിടെ പോയി താമസിക്കും. നീ ഇവിടെ ഒറ്റയ്ക്കും. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചു തുടങ്ങുമ്പോൾ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. പ്രൊമോഷൻ കിട്ടും, ഞാൻ തഹസിൽദാറാവും, കളക്ടറാവും. അപ്പോ
നീ മോഹനേട്ടാ പറഞ്ഞ വന്നേക്ക്. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ? അതുവരെ എന്നെ കാണാതിരിക്കാൻ എന്റെ മോഹനേട്ടന് പറ്റുമോ? എന്താ പറഞ്ഞത്? എനിക്ക് നിന്നെ കാണണമെന്ന് ഒരാഗ്രഹവും ഇല്ല. എനിക്ക് അതിനേക്കാൾ പ്രധാനം എന്റെ ഭാവിയാ. നോക്കിയോ നീ? വില്യംസ് എവിടെ വരെ പോവാനാ? ഓന്തോടിയാൽ വേലി വരെ. എനിക്ക് അറിഞ്ഞൂടെ എന്റെ മോഹനേട്ടനെ? എന്നാലിത് വട്ട് തന്നെ. പ്രൊമോഷൻ കിട്ടാനായിട്ട് സ്വന്തം വീട് ഉപേക്ഷിച്ചിട്ട് വാടക വീട്ടിലേക്ക് മാറുകയെന്ന് വെച്ചാ മോഹനേഷ് സാർ ഇത് എന്തിന്റെ കേടാ? പറയുമ്പോ വലിയ ബുദ്ധിജീവി, സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാം. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോ അന്ധവിശ്വാസത്തിന്റെ അങ്ങേയറ്റം. അതിപ്പോ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാഞ്ചന സാറേ. രാമപ്പണിക്കർ അങ്ങനെ ഒരു ദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ചട്ട. പ്രൊഫസറിന് അറിയാമോ, നമ്മുടെ ജലസേചന വകുപ്പിലെ കാർത്തികേയൻ സാറ് പ്രൊമോഷന് വേണ്ടി ഇതുപോലെ കുറെ കഷ്ടപ്പെട്ടതല്ലേ? ഓരോ പ്രാവശ്യവും ഓരോരോ തടസ്സം. ഒരു ദിവസം യമുനാ ബാറിൽ നിന്ന് 2 അടിച്ചുകൊണ്ടിരുന്നപ്പോ സാർ എന്നോട് കാര്യം പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, കാർത്തികേയൻ സാറ് നേരെ പോയി രാമപ്പണിക്കരെ കണ്ടു നോക്കുന്നു. അങ്ങനെ കണ്ടപ്പോ സംഭവം എന്തുവാ? കാർത്തികേയൻ സാറ് പുതിയതായി വെച്ച വീടിന്റെ അടുക്കളയിലാ പ്രശ്നം. അടുക്കളയുടെ സ്ഥാനത്തിന് പ്രശ്നമുണ്ട്. അത് പൊളിച്ച് വേറെ പണിയിന് വന്ന് രാമപ്പണിക്കര് പറഞ്ഞു. കാർത്തികേയൻ സാറിന്റെ ഭാര്യയെ സമ്മതിക്കത്തില്ല. പക്ഷേ സാറ് വാശി പിടിച്ച് അത് പൊളിച്ച് വേറെ പണിതു. പണി തീർന്നതിന്റെ 4-ാം ദിവസം കാർത്തികേയൻ സാറിന് പ്രൊമോഷൻ. ജലസേചന വകുപ്പിലെ പ്രൊമോഷനും കാർത്തികേയൻ സാറിന്റെ അടുക്കളയും തമ്മിൽ എന്താ ബന്ധമെന്നായി എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കാഞ്ചന സാറേ. അതൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. എന്തായാലും രാമപ്പണിക്കരെ വാക്ക് കേട്ട് മോഹനേഷൻ സാറ് പുതിയ വാടക വീട് എടുത്തെന്നാ ഉത്തമം പറഞ്ഞു. ഇനി സാറിന്റെ പ്രൊമോഷൻ എടിപിടിയിൽ നിന്ന് പോരും. ആ പ്രൊമോഷൻ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മളെ രക്ഷപ്പെട്ടേനെ. 10 പൈസ കൈക്കൂലി വാങ്ങിയ കാലം എല്ലാം ശരിയാവും. ധൈര്യമായിട്ടിരിക്കും സാറേ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. എന്തായാലും ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. എന്നാലും ഇത് കുറച്ച് കഷ്ടായിപ്പോയി. ഒരു പ്രൊമോഷന് വേണ്ടി സ്വന്തം വീട് മാറുക എന്നൊക്കെ പറഞ്ഞ. നമസ്കാരം സാർ. ഞാനിന്നലെ സാറിനെ ഫോണിൽ വിളിച്ചിരുന്നു. വക്കീലാ ഫോൺ എടുത്ത് പറഞ്ഞു എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ ശിശുപാല സമ്മതിക്കില്ലല്ലേ? ഞാൻ എന്താ സാറേ ചെയ്തത്? എന്താ സാറേ പ്രശ്നം? സാർ ഇന്നലെ രാമപ്പണിക്കരെ കണ്ടെന്നും പ്രശ്നത്തിനുള്ള പരിഹാരമൊക്കെ അങ്ങേര് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. പുതിയ വീട് അന്വേഷിച്ചു എന്ന് ഉത്തമം പറഞ്ഞു. അതൊക്കെ ശരിയായതാ. അപ്പോഴാണല്ലോ ശിശുപാലിന്റെ ഒടുക്കത്തെ ഫോൺ വിളി. അതോടെ എല്ലാം കുളമായി. അതെന്താ സാർ? ശിശുപാല ഭാമയ്ക്ക് ജോത്സ്യത്തിലൊന്നും ഒരു വിശ്വാസമില്ല. പ്രമോഷൻ കിട്ടാത്തത് വീടിന്റെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞാ അവൾ സമ്മതിച്ചു തരുമോ? അതുകൊണ്ട് വേറൊരു നമ്പർ ഞാനും ഉത്തമനോട് ഇറക്കിയതാ. അത് ഭാമ ഒരുവിധം വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ കൃത്യമാ നേരം നോക്കി ശിശുപാലൻ ഫോൺ ചെയ്തു. അയ്യോ എന്റെ പൊന്നു സാറേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. സാറ് പണിക്കരെ കണ്ടു എന്നറിയാൻ ഞാനൊന്ന് വിളിച്ചു നോക്കി. കാര്യം അറിഞ്ഞപ്പോ അത് നിസ്സാരമായിട്ട് എടുക്കരുതെന്ന് പറയാൻ സാറിനെ ഒന്ന് വിളിച്ചു. എന്തായാലും ശിശുപാല തൃപ്തിയായല്ലോ. ഇനി ഈ ജന്മത്ത് വീട് മാറാൻ പറ്റും തോന്നുന്നില്ല. എന്റെ പ്രൊമോഷൻ മുടങ്ങി. സാർ അങ്ങനെ പറയരുത്. സാറിന് പ്രൊമോഷൻ കിട്ടത് സാറിനേക്കാൾ കൂടുതൽ എന്റെ ആവശ്യമാണ്. സാർ പറ, ഞാൻ എന്താ വേണ്ടത്? ഇനിയിപ്പോ ശിശുപാല ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി. മേലിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ പറയാൻ പാടില്ലേ? പാടില്ല. തൽക്കാലം ഭാമ അറിഞ്ഞു. ഞാൻ ജോത്സ്യനെ കാണാൻ പോയ കാര്യവും ജോത്സ്യൻ പറഞ്ഞ കാര്യവും വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? വേറെ ആരോടെങ്കിലും പറഞ്ഞാ ഇല്ല, പറയരുത്. അപ്പൊ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കാഞ്ചനെ, കളക്ടറേറ്റിലേക്ക് അയക്കാനുള്ള ഫയലൊക്കെ റെഡിയാക്കിയോ?
ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അത് ശിശുപാലന്റെ കയ്യിൽ കൊടുത്തു വിടണം. താലൂക്ക് ഓഫീസിലെ സഹദേവൻ നാളെ രാവിലെ കളക്ടറേറ്റിലേക്ക് പോകുന്നുണ്ട്. സഹദേവന്റെ കയ്യിൽ കൊടുത്താൽ മതി. വീട് മാറുന്ന കാര്യം എന്തായി സർ? രാമൻ പണിക്കർ പറഞ്ഞതെന്നാ എല്ലാരും പറയുന്നേ. സാർ വീട് മാറിയ പ്രമോഷൻ ഉറപ്പാ. വീടിന്റെ പ്രശ്നം തന്നെയായിരിക്കും സാർ. അല്ലെങ്കിൽ സാറിന് എങ്ങനെയാ പ്രമോഷൻ കിട്ടാതെ പോകുന്നത്? ഞാൻ പ്രഹ്ലാദൻ ചേട്ടനോട് പറഞ്ഞപ്പോ ചേട്ടനും പറഞ്ഞു വാസ്തുവിലേക്ക് വലിയ കാര്യമുണ്ടെന്ന്. പ്രഹ്ലാദനോടും പറഞ്ഞോ? പറഞ്ഞു സാർ. പത്രത്തിൽ കൊടുത്തായിരുന്നോ? ഇയൊക്കെ വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, വന്ന് കയറിയ ഉടനെ നിങ്ങൾ അതെടുത്ത് വിളമ്പിയോ? ആരോടും പറയരുതെന്ന് സാറ് പറഞ്ഞതാ. ഇനിയിപ്പോ കലി എത്ര എന്റെ നേരെ ആയിരിക്കും. വീട് മാറുമ്പോ എന്തായാലും ആൾക്കാർ അറിയില്ലേ? ഓ, പിന്നെന്താ ഇതിൽ ഇത്ര രഹസ്യം? വീട് മാറ്റം നടക്കുന്ന ലക്ഷണമില്ല. വക്കീല് സമ്മതിക്കില്ല. മോനേഷ സാർ ഉത്തമനും കൂടെ ഒരു പരിപാടി തയ്യാറാക്കിയതാ. അത് പൊളിഞ്ഞു. ആ വക്കീലേ, നമസ്കാരമുണ്ട് വക്കീലേ. വക്കീൽ ഇവിടെ കാണുമോ എന്ന് സംശയിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. എന്തായാലും വക്കീൽ ഇവിടെ ഉണ്ടല്ലോ. എന്താ കാര്യം? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, അതിന്റെ ബാക്കി കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഈ വീടിന് പറ്റിയ വാടകക്കാരനെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സ്റ്റേറ്റ് ബാങ്കിൽ കാഷ്യർ. നല്ല ഡീസന്റ് പാർട്ടിയാണ്. 7000 വാടക എന്ന് പറഞ്ഞപ്പോഴേ ഒരെതിര് പറയാതെ സമ്മതിച്ചു കളഞ്ഞു. ഉത്തമൻ ഇന്ന് മോഹനേട്ടനെ കണ്ടില്ലല്ലേ? ഇല്ല കണ്ടില്ല. പിന്നെ ഈ കാര്യം മോഹനേട്ട സാറിനെ പറഞ്ഞ് മനസ്സിലാക്കി വലിയ പാടാ. വക്കീലാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ബാക്കി വക്കീലായിട്ട് സാറിനോട് പറഞ്ഞാൽ മതി. അതെന്തായാലും നന്നായി ഉത്തമ. ഇല്ലെങ്കിൽ മോഹനേട്ടൻ ഉടക്കിയാലോ? അതന്നെ. നാളെ 2-ാം ശനിയാഴ്ച, മറ്റന്നാ ഞായറാഴ്ച. 2 ദിവസത്തെ അവധിയുള്ളപ്പോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറാൻ എളുപ്പമാണ്. സാറിന് ലീവ് എടുക്കുകയും വേണ്ട. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് അതിന് മാറുന്നില്ലല്ലോ. മാറുന്നില്ലേ? അപ്പൊ ഇന്നലെ മാറുന്ന കാര്യം സമ്മതിച്ചതാ? അത് ഇന്നലെ അത് സമ്മതിച്ചെന്നുള്ള നേരം. പക്ഷേ അത് മോഹനകൃഷ്ണൻ സാറും ഉത്തമനും കൂടി ചേർന്ന് കളിച്ച നാടകമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. വക്കീൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ചുമ്മാ ഇരുന്നേ. ഉത്തമ, ഒരുപാട് കിടന്ന് ഉരുളല്ലേ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മോഹനേട്ടന്റെ തലയിൽ ഇത്രയും വലിയ കുരുട്ടുബുദ്ധി എന്തായാലും ഉണ്ടാവില്ല. അപ്പോ അത് ഉപദേശിച്ച ഉത്തമനാണെന്ന് ഉറപ്പാണല്ലോ. കുരുട്ടുബുദ്ധിയാ? അതെന്തെന്നത്? ഇനി ഒന്നും പറയണ്ട. സംഭവമല്ല ഞാൻ അറിഞ്ഞു. ഈശ്വരനായിട്ട് ശിശുപാലൻ ചേട്ടന്റെ ഫോൺ എടുക്കാൻ എന്നോട് പറഞ്ഞത്. ശിശുപാലൻ ചേട്ടൻ എല്ലാം എന്നോട് പറഞ്ഞു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ വില്ലേജ് ഓഫീസർ കുറ്റസമ്മതവും നടത്തി. ഈ സൈസ് ബുദ്ധി ഇനിയുണ്ടോ ഉത്തമന്റെ കയ്യില്? അതിപ്പോ എന്നെ മാത്രം വക്കീല് കുറ്റം പറയാൻ നിൽക്കണ്ട. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മോഹനേഷ് സാർ പറഞ്ഞപ്പോ ഞാൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു എന്നുള്ളത് നേരാ. അതിന് എന്നെ മാത്രം കുറ്റം പറയണ്ട. 2014 ജീവിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറും വില്ലേജ് ഓഫീസർക്ക് 1000 കൊല്ലം പഴക്കമുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടുകാരനും മേലിൽ ഇമാതിരി തരികട പരിപാടികളുമായി ഈ ഭാഗത്തെങ്ങാനും കണ്ടാൽ വിവരം അറിയുന്ന ഉത്തമനായിരിക്കും. അത് കൊള്ളാലോ. ഇപ്പൊ ഞാനായോ കുറ്റക്കാരൻ? അതിപ്പോ ഉത്തമൻ എന്നോട് ദേഷ്യപ്പെട്ടിരുന്ന കാര്യം? സാറേ, ഇന്നലെ നമ്മുടെ നാടകം പൊളിഞ്ഞ കാര്യം സാറിന് എന്നോട് ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ നേരെ വക്കീലിന് മുമ്പിൽ ചെന്നങ്ങ് പെട്ടു. വക്കീൽ എന്നെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. മേലേൽ ആവർത്തിച്ചാലേ തല്ലൊന്നും വരെ പറഞ്ഞു. എന്നോട് ചോദിക്കാതെ ഉത്തമൻ എന്തിനാ വീട്ടിൽ ചെന്നത്? ഞാൻ വില്ലേജ് ഓഫീസിലുണ്ടായിരുന്നല്ലോ, അങ്ങോട്ടൊന്നാ പോരായിരുന്നു. സാറേ, അതിനു മുമ്പ് ഉൽപ്പലാക്ഷ ചേട്ടന്റെ വീടിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് വക്കീലിനെ ഒന്നുകൂടെ സോപ്പിടാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ചെന്നത്. പക്ഷെ കളി ഇന്നലെ പൊളിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. വിളിച്ചു പറയാൻ ഞാൻ മറന്നുപോയി. കൊള്ളാം. ഉൽപ്പലാക്ഷ ചേട്ടൻ മംഗലാപുരത്ത് അനിയന്റെ വീട്ടിലോട്ട് പോയിരിക്കുക. മംഗലാപുരത്ത് വിളിച്ചു പറഞ്ഞ് ഇവിടത്തെ വീട്ടിൽ പോയി താക്കോലും വാങ്ങിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഫോൺ വിളിച്ചെന്റെ കാശ് എത്ര പോയെന്ന് സാറിന് അറിയോ? കാര്യം നടക്കൂലെന്നുണ്ടെ അതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്ത് എളുപ്പമായിരുന്നു. കാര്യം നടന്നല്ലേ പറ്റൂ. ഭാമ എന്തു പറഞ്ഞാലും വീട് മാറണം ഉത്തമ. രാമപ്പണിക്കർ തീർത്ത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ വീട്ടിൽ താമസിക്കുന്ന റിസ്കാ.
പക്ഷെ വക്കീല് സമ്മതിക്കാതെ എന്തോ ചെയ്യും? ഈ കാര്യത്തിൽ ഇനി വക്കീലിനോട് കമാന്നൊരു അക്ഷരം സംസാരിക്കാൻ ഞാനില്ല. തല്ലൂന്ന് വക്കീല് പറഞ്ഞാൽ തല്ലും. അത് വക്കീലിനെ കൊണ്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വക്കീല് വേറെ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കെങ്കിലും ചെയ്യും. ഉൽപ്രാക്ഷ ചേട്ടന്റെ വീടിന്റെ താക്കോല് ഉത്തമന്റെ കയ്യിലുള്ള സ്ഥിതിക്ക് നമുക്ക് ആ വീട് പോയി കാണാം. എന്തിനാണ് സാറേ? വക്കീൽ ഈ ജന്മം ഇത് സമ്മതിക്കൂല. അത് പിന്നത്തെ കാര്യമല്ലേ? അത് നമുക്ക് വീട് പോയി കാണാം. അത് വേണോ? വേണം. ഉത്തമ അല്ലേ സാറേ വണ്ടി മറന്ന് കാർബൺ മോണോക്സൈഡിന്റെ കാര്യം. എനിക്ക് ഇലക്ട്രിസിറ്റി ഓഫീസ് വരെ ഒന്ന് പോകണം. കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള അവസാന ദിവസമാണ് ഇന്ന്. അതിനാണോ ഈ 1.5 കിലോമീറ്റർ സാറ് നടന്നു പോകുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചാ പോരായിരുന്നു? അങ്ങനെ പറഞ്ഞയക്കാൻ ആരിയ്ക്കുന്നു? ആകെ ഉള്ളത് അടുക്കളയിലെ 2 ജോലിക്കാരാ. അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താലേ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും വീട് അടിച്ചു വരാനൊക്കെ പറ്റും. എങ്കിൽ പിന്നെ സാർ തിരിച്ചു വെക്കോളൂ, ഞാൻ അടച്ചോളാം കറണ്ട് ബില്ല്. ആ ബില്ലിക്ക് തന്നാ മതി. അത് വേണ്ട, എനിക്ക് അവിടെ വരെ പോയിട്ട് 1-2 ആവശ്യങ്ങളുണ്ട്. ആ ഒന്ന് കാണണം. എങ്കിൽ സാർ കയറിക്കോ, ഞാൻ അവിടെ ആക്കാം. വേണ്ട, ഞാൻ അങ്ങ് നടന്നോളാം. ഇത്തരം കാര്യങ്ങളിൽ മോഹനകൃഷ്ണനാ എൻ്റെ മാതൃക. നടക്കുന്നതും ആരോഗ്യത്തിനും വിശേഷമാ. ഇത്തരം കാര്യങ്ങൾ മാതൃകയാക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ മോഹനേട്ടന്റെ വേറെ ചില വാശികളുണ്ട്, അത് അനുകരിക്കാതിരുന്നാ മതി. അതെന്താ? കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പിലെ പ്രൊമോഷൻ ലിസ്റ്റ് വന്നു. മോഹനേട്ടന് പ്രൊമോഷൻ കിട്ടേണ്ടതായിരുന്നു. എന്തോ കാരണം കൊണ്ട് അത് നടന്നില്ല. സർക്കാർ കാര്യമല്ലേ, അതൊക്കെ സ്വാഭാവികമായിട്ട് കരുതിയാ പോരെ. പക്ഷെ മോഹനേട്ടൻ സമ്മതിക്കില്ല. ഏതോ ജോൾസിനെ പോയി കണ്ടപ്പോ ഞങ്ങളുടെ വീടിന്റെ ദോഷാണെന്ന് പറഞ്ഞു. ആ വീട് വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്ത് ഞങ്ങള് മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്നാണ് മോഹനേട്ടന്റെ അഭിപ്രായം. പറയുമ്പോ വില്ലേജ് ഓഫീസറാണ്. കെമിസ്ട്രിയിൽ 1ാം ക്ലാസ് ബിരുദമുണ്ട്. പക്ഷെ അന്ധവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ഭാമ പറയുന്നത് ശരിയായിരിക്കും. ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നേ ഞാനും പറയൂ. പക്ഷേ മോഹനകൃഷ്ണൻ അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അത് വകവച്ചൂടെ? സാർ എന്താ ഈ പറയുന്നത്? ഏതോ ഒരു ജോലിസ്യം പറയുന്നത് കേട്ട് സ്വന്തം വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറാനോ? അങ്ങനെയല്ല, ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ആളാ മോഹനകൃഷ്ണൻ. അതുകൊണ്ട് ഇത്തരം ചില അന്ധവിശ്വാസങ്ങളും കാണും. അത് അംഗീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റാനായി ചെറിയൊരു വിട്ടുവീഴ്ച ഭാമയ്ക്കും ചെയ്യാം. ജീവിതം ഇങ്ങനെയാ, എല്ലായ്പ്പോഴും യുക്തിയുടെ ഭാഗത്ത് മാത്രം നിൽക്കരുത്. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് സന്തോഷം ഉണ്ടാവുമെങ്കിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം. മുമ്പോട്ട് പോ സാർ. സാറിന്റെ ഇഷ്ടത്തിന് പറ്റിയ വീടാ. ചുറ്റും നല്ല മരങ്ങൾ, നല്ല ആഢ്യത്വമുള്ള വീട്. സാറേ എങ്ങനെയുണ്ട്? തരക്കേടില്ല. ഈ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇത് വാടകയ്ക്ക് കൊടുക്കാനുള്ള കാരണം എന്താ? അതിപ്പോ ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ മക്കളൊക്കെ മുതിർന്നപ്പോ അവർക്ക് ഈ പഴയ വീട്ടിൽ താമസിക്കാൻ ഒരു മടി. പരിഷ്കാരി പിള്ളേരല്ലേ, കൂട്ടുകാരൊക്കെ വരുമ്പോ ഈ വീട് അവരുടെ അന്തസ്സിന് പറ്റൂലെന്ന്. കഷ്ടം. ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ കുഴപ്പം. ഈ വീട്ടിലും പരിസരത്തിലും കിട്ടുന്ന ശുദ്ധമായ വായു വേറെ എവിടെങ്കിലും കിട്ടുമോ? ബുദ്ധിയില്ലാത്തവർ. അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണല്ലോ സാറിന് ഇപ്പൊ വാടകയ്ക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇനിയിപ്പോ അവരെ കുറ്റം പറയാനൊന്നും നിൽക്കണ്ട. വാ, നമുക്ക് അകത്ത് കയറി നോക്കാം സാറേ. വാ, ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് കയറി. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ സാറേ, നല്ല വീടാണ്. ഇവിടെ താമസിച്ച ഐശ്വര്യം ഇങ്ങനെ പറന്ന് വരും. എന്നിട്ടാണോ ഇവിടെ ഉള്ളൊരു താമസം മാറിയത്?
ഇതാണ് ഈ വീട്ടിന്റെ ഗുണം. നമുക്ക് ആവശ്യമുള്ള ഫർണിച്ചർ എല്ലാം ഈ വീട്ടിലുണ്ട്. അല്ല, അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. എനിക്ക് ആവശ്യമുള്ള ഫർണിച്ചർ എന്റെ വീട്ടിലുണ്ട്. ഇതാണ് ചില സമയത്ത് സാറ് പ്രായോഗിക ബുദ്ധി കാണിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. എന്റെ സാറേ, ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റിക്കഴിഞ്ഞാൽ ആ വീട് വാടകയ്ക്ക് കൊടുക്കാമല്ലോ. ആ വീട് ഫർണിച്ചറോട് കൂടി വാടകയ്ക്ക് കൊടുത്താൽ അതിന്റെ പേരിൽ ഒരു 500 രൂപ നമുക്ക് കൂടുതൽ വാങ്ങാം. എങ്ങനെയുണ്ട്? ബാക്കി മുറിയെ കണ്ടേ കണ്ടോ? സംഗതിയെ കൊള്ളാം. വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയാണ് ബാക്കിയുള്ള പ്രശ്നം. ഇതിനുള്ള പ്രശ്നം വാടകയില്ലേ? അത് സാർ കാര്യമായിട്ട് എടുക്കണ്ട. ഉൽപ്പലാക്ഷൻ ചേട്ടന് വാടകയേക്കാൾ പ്രധാനം വീട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. സാറിനെ പോലെ വളരെ മാന്യനായ ഒരാളാണെന്നുണ്ടെങ്കിൽ വാടക 500 രൂപ കുറഞ്ഞാലും ഒരു കുഴപ്പമില്ലെന്നാണ് ഉൽപ്പലാക്ഷൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്. അത് ശരിയാണ്. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. ഭാമയെ കൊണ്ട് സമ്മതിപ്പിക്കണ്ടേ? അതിനൊരു വഴി ഉത്തമം പറ. എന്റെ പൊന്ന് സാറേ, ആ ഒരു കാര്യത്തിനേ ഞാനില്ല. സാറിനെ വിശ്വസിച്ച് ഇന്നലെ കളിച്ച കളിയോടുകൂടി എനിക്ക് മതിയായി. ഇനി ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ വക്കീലിന്റെ അടുത്ത് പോകുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ആര് പോവും? പറയുന്നിടത്തോളം ഈ പറയുന്ന വക്കീല് സാറിന്റെ ഭാര്യ തന്നെയാണല്ലോ. സാറിനെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് ശരിയാവില്ല. പറയുന്നത് ഞാനാണെന്നുള്ള ഒറ്റ കാരണത്താൽ അവൾ പറ്റില്ലെന്ന് പറയും. എന്നാ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സാർ ഈ വീട്ടിലും വക്കീല് ആ വീട്ടിൽ താമസിക്കട്ടെ. രാമപ്പണിക്കര് പറഞ്ഞത് വെച്ച് സാറ് മാത്രം താമസം മാറ്റിയാ മതിയല്ലോ. ഭാമയില്ലാതെ താമസിക്കാനോ? എനിക്കറിയാന്നുള്ള വഴി ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ സാറിന്റെ കാര്യം. ഭാമയില്ലാതെ പറ്റില്ല. കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഞാൻ അവളെ പിരിഞ്ഞിരുന്നിട്ടില്ല. എങ്കിൽ പിന്നെ സാർ വക്കീലിനെ കെട്ടിപ്പിടിച്ചോണ്ട് ആ പഴയ വീട്ടിൽ തന്നെ ഇരുന്നോ. സാറിന്റെ പ്രൊമോഷൻ ഈ ജമ്മത്ത് നടക്കാൻ പോകുന്നില്ല. വക്കീലെന്താ ഇവിടെ? ഉത്തമൻ എന്താ പറഞ്ഞത്? എന്നെ ആ വീട്ടിൽ വിട്ടിട്ട് മോഹനേട്ടനോട് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് താമസിച്ചോളാനോ? അതല്ല വക്കീലേ. ഉത്തമ, മോഹനേട്ടൻ ഇമാതിരി ബുദ്ധി ഉപദേശിച്ച് കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അടി കിട്ടുന്ന ഉത്തമനാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു? അല്ല വക്കീലേ, സാറി വീട് കാണണമെന്ന് പറഞ്ഞപ്പോ എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ഇതുവരെ വന്നതാണ്. എന്റെ അടുത്ത് ക്ഷമിക്കണം. ഒന്ന് പുറത്തേക്ക് നിന്നേ. എന്താ? ഉത്തമൻ ഒരു 5 മിനിറ്റ് പുറത്ത് നിൽക്കാൻ. സാറെ സൂക്ഷിക്കണം, വക്കീൽ രണ്ടും കൽപ്പിച്ചാണ്. എന്താ ഉത്തമ? ഞാനിതാ പോയി. സാറിന് ദൈവം രക്ഷിക്കട്ടെ. താക്കോല്. എന്ത് തീരുമാനിച്ചില്ലേ ഓഫീസർ? എന്റെ ഭാവിയുടെ കാര്യമായി പോയില്ലേ? ഞാൻ എന്തായാലും വീട് മാറാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്കോ? നീ വരില്ലാന്ന് പറഞ്ഞോണ്ടല്ലേ. ഞാൻ വന്നില്ലെങ്കിൽ വില്ലേജ് ഓഫീസർ ഒറ്റയ്ക്ക് ഇവിടെ വന്നങ്ങ് താമസിക്കുവോ? അതിപ്പോ മോഹനേട്ടനെ കൊണ്ട് ഒരു ദിവസം പോലും എന്നെ പിരിച്ചിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഒരു 5 മിനിറ്റ് പിന്നെ മോഹനേട്ടൻ തന്നെ ഉത്തമനോട് പറയുകയും ചെയ്തു. എന്തായാലും എന്റെ വില്ലേജ് ഓഫീസറുടെ വലിയൊരു മോഹമല്ലേ ഈ പ്രമോഷൻ കിട്ടുക എന്നുള്ളത്. വീട് മാറുന്നതുകൊണ്ട് പ്രമോഷൻ കിട്ടുക എന്നുള്ള വിശ്വാസം എനിക്കില്ലെങ്കിലും വീട് മാറാൻ ഞാൻ തയ്യാറാ. ഇല്ലെങ്കിൽ ഇനി പ്രമോഷൻ വൈകുന്നതിന്റെ പേരില് മോഹനേട്ടൻ എന്നും എന്നെ ചീത്ത വിളിക്കില്ലേ? നീ നേരാണോ പറഞ്ഞത്? ഇക്കാര്യത്തിൽ ഞാൻ കള്ളം പറയോ? മോഹനേട്ടന്റെ സകല കുസൃതിക്കും കൂട്ടു നിൽക്കുന്ന ഞാൻ ഇതിനും കൂട്ടു നിൽക്കാൻ തീരുമാനിച്ചു. എനിക്കറിയാറ് നീ സമ്മതിക്കുന്നു. അയ്യടാ, എന്താ സോപ്പ്? അത് വേണ്ട കേട്ടോ. ഭർത്താവിന്റെ വിശ്വാസങ്ങൾ അബദ്ധമാണെന്നറിഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കാൻ സത്യഭാമ തീരുമാനിച്ചത് ശരിയായോ എന്ന് സംശയാലുക്കൾ ചോദിച്ചേക്കാം. ആർക്കും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലാത്ത ഒരു അന്ധവിശ്വാസം കൊണ്ട് ഭർത്താവിന് അല്പം മനസമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് മാത്രമേ പാവം വക്കീൽ കരുതിയിട്ടുള്ളൂ. പുതിയ വീട്ടിലെ സംഭവബഹുലമായ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.